ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെയാണ്. നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങളിൽ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 റെസിപ്പീസും കൂടി ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പം ഒരു 7 മണിയാണ്. ഇന്ന് ഇക്കാക്ക് ഓഫീസുണ്ട്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് റഷ് ആയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷെ എന്നാലും ഞാൻ വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പേനു കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കിന്നെല്ലാം വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ ചുണ്ടെല്ലാം ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ 2 സ്കിൻ കെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്യലുണ്ട്, പക്ഷെ ലിപ് ബാമൊന്നും ഞാൻ അങ്ങനെ യൂസാക്കി കൊടുക്കലില്ല. ഇപ്പം കുറച്ചായിട്ട് എൻ്റെ മോൻ്റെ ചുണ്ടെല്ലാം ഇങ്ങനെ വല്ലാണ്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഓനതിൻ്റെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒന്നിക്കൽ ലിപ് ബാം അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എന്തെങ്കിലും യൂസാക്കി കൊടുക്കും. പിന്നെ 2 ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാനും ക്രീം ഇടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം സഹകരിക്കും. അങ്ങനെ അവർ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും എൻ്റെ കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനെല്ലാം ഒന്ന് ഇടാമെന്ന് വിചാരിച്ച്. രാവിലെ നല്ല വെയിലായിരിക്കും കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും റൂമിലേക്കും നല്ലോണം വെയിലടിക്കും. ഞാനങ്ങനെ എല്ലാ ദിവസമൊന്നും അങ്ങനെ സ്കിൻ കെയർ അങ്ങനെ നോക്കലില്ല, എനിക്ക് മടിയാണ്. പിന്നെ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട് അല്ലെങ്കിൽ സ്കിന്ന് വല്ലാണ്ട് പോകുന്നുണ്ട് എന്നെല്ലാം തോന്നുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനെ അപ്പം ഞാനും ലിപ് ബാമും പിന്നെ മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീനും അങ്ങനെ സ്കിൻ കെയറെല്ലാം ചെയ്ത്. ഇത് 3 എൻ്റെ മെയിനായിട്ടുള്ളൊരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. ഇപ്പം എല്ലാവരും യൂസാക്കുന്ന പോലെ ടോണർ അല്ലെങ്കിൽ മറ്റേ സെറം അങ്ങനത്തെ ഒന്നും ഞാൻ യൂസാക്കലില്ല. അങ്ങനെ സ്കിൻ കെയറെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയി. ചായയും പിന്നെ ഇന്ന് രാവിലെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയത്. ഇക്കാക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ 2 അങ്ങനെ ചായ എല്ലാം കുടിച്ച് പിന്നെ ഇക്ക അങ്ങനെ ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി. ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുട്ട റോസ്റ്റും ചപ്പാത്തിയും. കാര്യം ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് അങ്ങനെ വലിയ പണിയില്ല. ഉച്ചക്കത്തേക്കുള്ള റൈസെല്ലാം നമ്മൾ ഓൾറെഡി ഇന്നലെ ആക്കി വെച്ചതുണ്ടേനു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്കുന്നില്ല. പിന്നെ ഉള്ളി ഇങ്ങനെ കട്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്ന്. ഞാനൊരു റീല് കണ്ടിനു. ഉള്ളി മുറിക്കുന്ന സമയത്ത് ആ മേലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഒരു തണ്ട് പോലത്തെ ഒരു സംഭവം, അത് കട്ടാക്കാൻ പാടില്ല എന്ന്. നമ്മളെപ്പോഴും ഫസ്റ്റ് ആ ഒരു സംഭവമല്ലേ കട്ടാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണെരിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിനു. അങ്ങനെ ഞാനത് കട്ടാക്കാണ്ട് സ്ലൈസ് ആക്കുന്ന സമയത്തും എനിക്ക് കണ്ണെരിഞ്ഞു കേട്ടോ. എനിക്ക് എന്തോ ഫ്ലോപ്പായിട്ടാണ് തോന്നിയത്. ഇനി എന്താ പ്രശ്നം എന്നറിയില്ല, പക്ഷേ അത് ഒരു ഷെഫാണ് പറഞ്ഞത്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ ഞാൻ ഉള്ളിയെല്ലാം കട്ടാക്കി വെച്ച്. മുട്ട റോസ്റ്റിന് ഞാനിപ്പോൾ ഒരു വലിയ 3 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ട റോസ്റ്റ് ഞാൻ ഇക്കാൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയത്. അവർ നാട്ടിൽ പോകുന്ന സമയത്ത് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അവർ ഭയങ്കര റഷ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിനും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കൽ. അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കൊടുത്തേരം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ പിന്നെ എന്നോട് എപ്പോഴും പറയും അങ്ങനെ ആക്കി കൊടുക്കാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ 3 മുട്ട ഞാനൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിനേനു. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ 3 വലിയ ഉള്ളി എടുത്തത് കൊണ്ട് 1/4 ടീസ്പൂൺ കറക്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ ജീരകം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം ഇതിൻ്റെ ഫ്ലേവർ ആണ് ഈ ഒരു കറിയിൽ ഇങ്ങനെ മുന്തി നിൽക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്തോ. പിന്നെ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. നമ്മൾ ഓയിലും ജീരകവും ഉപ്പും ഉള്ളിയും എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് നല്ലോണം സോഫ്റ്റാക്കി എടുക്കാം. ഈ ഉള്ളി ശരിക്കും വാടണം കേട്ടോ.
ഇനി പെട്ടെന്ന് വാടി കിട്ടണമെന്ന് സമയമില്ലാത്ത ആൾക്കാരിലാണെങ്കിൽ കുക്കറിൽ ഒരു വിസിലിന് ഉള്ളി ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ഞാൻ ഉള്ളിലൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി എടുത്തിന്. ഇനി ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചെറിയൊരു എരിവിനും കളറിനും വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1.5 സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ ഇത്ര വേണ്ടി വരില്ല, കാര്യം നമ്മൾ പച്ചമുളകും മുളക് പൊടിയെല്ലാം ഇട്ടത് കൊണ്ട് എരിവ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അടുത്തുള്ളത് നല്ല എരിവില്ലാത്തതേനു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഈ മസാലപ്പൊടിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഉള്ളി വാട്ടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചും ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്ക് പേഴ്സണലി ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി കട്ടാക്കി ഇടുന്നതിനേക്കാളും ഇങ്ങനെ ഒന്നുകിൽ പേസ്റ്റ് അല്ലെങ്കിൽ തക്കാളി അരച്ചിട്ട് ചേർക്കുന്നത് നമുക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു തക്കാളി പേസ്റ്റും നമ്മൾ ഇട്ട മസാലപ്പൊടിയും ഉള്ളിയും എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ കറിയിൽ ഗ്രേവി വേണ്ടത് അത് നോക്കി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരണം അങ്ങനെ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിതിലൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും എല്ലാം ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ച മുട്ട ഞാനൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് 2 പീസാക്കിയിട്ട് കട്ടാക്കി വെച്ചിന്. എന്നിട്ട് അത് ഈ സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയിൽ ഞാൻ ജസ്റ്റ് കറി ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് മുട്ടയിൽ മസാലയിലൊന്ന് പിടിക്കാനും കയറാനും വേണ്ടിയിട്ട്. എന്നിട്ട് മേലിൽ കുറച്ച് മല്ലിയിലയും കൂടി സെർവ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടാണ്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ വ്യത്യാസമെന്ന്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ജീരകത്തിൻ്റെ പ്രശ്നമായിരിക്കും. ചില ആൾക്കാർ അങ്ങനെ മുട്ട റോസ്റ്റിൽ ജീരകമൊന്നും ഇടില്ല, അപ്പം അതിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങും. ചിലപ്പോൾ അതായിരിക്കും വ്യത്യാസം, അല്ലെങ്കിൽ തക്കാളി പേസ്റ്റ് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എനിക്ക് പണ്ടൊന്നും ചപ്പാത്തി അത്ര സോഫ്റ്റായിട്ട് കിട്ടലില്ലേനു. അപ്പം എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാണ്, നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പാനിൽ ഇട്ടതിന് ശേഷം വല്ലാണ്ട് തിരിച്ചും മറിച്ചിട്ട് ഇതാക്കരുത് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. വല്ലാണ്ട് അങ്ങനെ കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത്, 1 സെക്കൻഡ് മാത്രം. ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്നിങ്ങനെ ചട്ടോന് വെച്ചിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക മെല്ലെ ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ആക്കി കൊടുക്കാം കേട്ടോ. വല്ലാണ്ട് നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾ ഇങ്ങനെ പൊങ്ങി വരും. കാണുന്നുണ്ടോ എന്നറിയില്ല, വീഡിയോയിൽ ചെറിയ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. മെല്ലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് നല്ലോണം ബബിൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ചപ്പാത്തി വല്ലാണ്ട് എന്താ പറയുക തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒരിക്കലും വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ കുട്ടികൾക്കും കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് തീർന്നു പോയിനു. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യൽ. അപ്പോൾ ഞാനിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ വെളുത്തുള്ളി ഇങ്ങനെ വാങ്ങി വെക്കും. നമുക്കിങ്ങനെ തൊലി കളഞ്ഞിട്ട് പാക്ക്ഡായിട്ട് കിട്ടും.
അപ്പോൾ കുറച്ചും കൂടി ഈസി ആണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ വെളുത്തുള്ളിൻ്റെ തൊലി കളയാന്നുള്ളത്. ആദ്യമെല്ലാം ഞാനിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെള്ളം കൊണ്ടേനും അരച്ചെടുക്കൽ. പക്ഷേ എനിക്ക് അത്ര ഒരു എന്താ പറയുക, ഒരു നമുക്ക് ജനിപ്പുണ്ടാവില്ല എന്ന് പറയുമല്ലേ. കാര്യം അതിൻ്റെ കളറെല്ലാം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ആവും. പിന്നെ അതിൻ്റെ സ്മെല്ലിലെല്ലാം വ്യത്യാസം വരും. പക്ഷേ ഇപ്പം അടുത്ത് ഞാനൊരു റെസിപ്പി കണ്ടുപിടിച്ച്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കുന്നത്. ഒരു മിക്സിൻ്റെ ജാറിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മളിത് ഉണ്ടാക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്കിത് ഫ്രഷ് ആയിട്ടൊന്നും അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സിയെല്ലാം നല്ലോണം തുടച്ചിട്ട് മാത്രം എടുക്കാം. പിന്നെ ഇഞ്ചിയും ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെ ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കാൻ. എന്നിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം വല്ലാണ്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്തിന്. പിന്നെ ഇതും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. കാര്യം എല്ലാ റെസിപ്പിക്കും നമ്മളങ്ങനെ പേസ്റ്റ് മാത്രമല്ലല്ലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയിലാണ് നമ്മളിതിൽ യൂസ് ആക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഞാനിപ്പം സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. പിന്നെ ഇത് വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട, കാര്യം ചെറുതായിട്ടൊന്ന് തരിതരി പോലെയുള്ള ഉള്ളതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ആ ഒരു കറക്റ്റ് ഫ്ലേവറെല്ലാം കിട്ടാൻ. അങ്ങനെ ഇത് ഞാൻ നല്ലോണം അരച്ചെടുത്തിന് കേട്ടോ. ഇങ്ങനെ നാച്ചുറൽ പ്രിസർവേറ്റീവ്സോട് കൂടി നമ്മളിങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ ഇത് കുറേ കാലം നമുക്ക് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരു എയർ ടൈറ്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ഇനി കുറേ ഒരുമിച്ചിട്ടെല്ലാം ഉണ്ടാക്കി കുറേ കാലം യൂസ് ആക്കണം എന്നെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടെയ്നർ അല്ലാണ്ട് നമ്മൾ ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെയും യൂസ് ആക്കാം കേട്ടോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഫ്രീസറിലെല്ലാം വല്ലാണ്ട് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്ക്. കാര്യം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഈ ഒരു സ്മെല്ലെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിച്ച് റൈസ് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഇത് കുസ്ക ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ എനിക്ക് തോന്നുന്ന യൂട്യൂബ് ഷോർട്സിലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇട്ടിന്. അപ്പോൾ വേണ്ടവരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു സമയത്ത് ജസ്റ്റ് ഫ്രിഡ്ജ് ഒന്ന് എന്താ പറയുക, ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ക്ലീൻ ആക്കാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ വീക്കിലി ചെയ്യലുണ്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഷോപ്പിങ്ങിന് പോയ സമയത്ത് വാങ്ങിയ സാധനമെല്ലാം ഞാൻ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഞാൻ അങ്ങനെ കൊണ്ടാക്കുക ചെയ്തത്. അതൊന്നും അങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലേനു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ടേനു. ഇങ്ങനെ കോണൊന്നും ഞാൻ ഇങ്ങനെ വെക്കലില്ല. ഞാനെല്ലാം വേവിച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ അടർത്തിയിട്ടിട്ടാണ് വെക്കുക. പിന്നെ ഇന്ന് എൻ്റെ മൂക്ക് ഒരു ശീലക്കടലുണ്ടേനു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം വേഗം എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഓളപ്പാടും എടുത്ത് കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളെ പ്ലാനൊന്നും നടക്കില്ല. എല്ലാം ഇതേപോലെ പകുതിക്കിട്ടിട്ട് അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ ഞാൻ ഇലകളെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചിനേനു ഓൾറെഡി. സ്പ്രിംഗ് ഓണിയന്, പിന്നെ മല്ലിയില, പുതിനയില അങ്ങനെയെല്ലാം ഞാൻ കഴുകിയിട്ട് ഒന്ന് വെള്ളയിലൊന്ന് ഊറ്റിയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യാം. എനിക്കിതാ കുറച്ചും കൂടി ഈസി. പെട്ടെന്ന് നമുക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ യൂസ് ആക്കാമല്ലോ കറിയിലെല്ലാം. അപ്പോൾ അതെല്ലാം ആദ്യം സെറ്റാക്കി വെച്ചത് കൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ അങ്ങെടുത്ത് വെച്ച് അങ്ങനെ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല.
പിന്നെ വൈകുന്നേരം എല്ലാവരും എൻ്റെ മോനിക്ക് ചോക്കോസ് വേണമെന്ന് പറഞ്ഞ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അങ്ങനെ കുടിക്കലില്ല. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുട്ടിക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കും, അതായത് മാസത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ ഞാൻ കുടിക്കലുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ചോക്കോസും പാലും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, ഷുഗറൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് കുടിക്കാനെല്ലാം. അപ്പോൾ ഓനങ്ങനെ കുടിക്കുന്ന സമയത്ത് ഞാൻ എനിക്കൊരു ഐസ്ഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എനിക്ക് എന്താ പറയുക, പണിയെല്ലാം എടുത്ത് ഒന്ന് ടയേർഡാകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു ഐറ്റമാണ് ഐസ്ഡ് കോഫി. എനിക്ക് ഭയങ്കര ക്രേവിങ് വരും ചില സമയത്തെല്ലാം, എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹോട്ട് കോഫിനേക്കാളും ഐസ്ഡ് കോഫിയാണ് കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യാൻ. പിന്നെ ഉണ്ടാക്കി വന്ന സമയത്താണ് ഞാൻ എൻ്റെ അടുത്ത് ഐസ് ക്യൂബ് ഇല്ലയെന്ന് അറിഞ്ഞ്. പിന്നെ പാല് തണുപ്പുള്ളത് കൊണ്ട് പ്രശ്നമില്ലേനു. പിന്നെ ഇക്കാക്കും ഇഷ്ടമാണിത്, പക്ഷെ വലിയ താല്പര്യമില്ല. എനിക്കും എൻ്റെ മോനിക്കുമാണ് ഇതിനോട് ഭയങ്കര ക്രേസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇക്ക വരുന്ന സമയത്ത് ഇക്കാക്ക് ചായയും പിന്നെ എന്തെങ്കിലും സ്നാക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇക്കാക്ക് ഇങ്ങനെ കോഫിനേക്കാളെല്ലാം ചായ തന്നെയാണ് മെയിനായിട്ട് ഇഷ്ടം. ഇങ്ങനെ നാടൻ ഐറ്റംസിനോടാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. എന്നെപ്പോലെയല്ല, എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇക്ക. അപ്പം ഞാൻ ഇപ്പം ഒരു സ്പാനിഷ് ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിന്. ഇത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ടാക്കിയിട്ട് കൊടുക്കുക. എത്രത്തോളം നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് കട്ടാക്കിയാൽ മതി. കാര്യം പെട്ടെന്ന് വേവുമല്ലോ ചെറുതാക്കിയിട്ട് കട്ടാക്കിയാൽ. പിന്നെ ഒരു ഇതുപോലെ 4 സോസേജും ഞാൻ എടുത്ത് വെച്ചിന്. എന്നിട്ട് ഇതിങ്ങനെ റൗണ്ടിലൊന്ന് കട്ടാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ വേണ്ടത് ചീസാണ്. ചീസ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാനിപ്പം ചെഡാറും മോസറല്ലയും രണ്ടും കൂടി വരുന്ന ചീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതും ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു 4 ഐറ്റമാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒറിഗാനോയും കൂടി വേണം. അങ്ങനെ ടോട്ടൽ 5 ഐറ്റം. ഇനിയിപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സോസേജ് ഈ ഒരു ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാം കൂടി. എന്നിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൽ സോസേജിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് സോസേജ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ. ഇവിടെ ഇക്കാക്കൊന്നും ഈ സോസേജ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കാം. ജസ്റ്റ് എന്താ പറയുക, ഈ മുളക് പൊടിൻ്റെ എല്ലാം പച്ചമണെല്ലാം മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മാത്രം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങും സോസേജും നല്ലോണം ഒന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ്. ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി നൈസായിട്ടാണെങ്കിൽ നല്ല പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. അങ്ങനെ ഇത് കുക്കായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പാനിൽ തന്നെ ഇതൊന്നിങ്ങനെ പരത്തി കൊടുത്തിനേനും ഈ സോസേജും ഉരുളക്കിഴങ്ങും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച മുട്ട ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെയും ഈവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ മുട്ടയും ഇതെല്ലാം ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും, ഒരു 5 മിനിറ്റേ വേണ്ടൂ. അങ്ങനെ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി അപ്പുറത്തെ സൈഡും ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പം ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് പിസ്സ സോസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം പിസ്സ സോസ് ഇട്ടതിന് ശേഷം മേലിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് ഒറിഗാനോയും കൂടി ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി സ്പാനിഷ് ഓംലെറ്റിൽ ഇങ്ങനെ പിസ്സ സോസൊന്നും ചേർക്കില്ല, ഒറിഗാനോ ഒന്നും വേണ്ട. പക്ഷെ ഞാൻ വെറുതെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ടിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഈ ചീസ് ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഇഷ്ടമാവും. പെട്ടെന്നെല്ലാം ഒരു സ്നാക്കെല്ലാം ഉണ്ടാക്കണം എന്നെല്ലാം ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഓപ്ഷനാണ്. ഇക്കാക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് ഈ സോസേജ്. അപ്പം ഞാനിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇഷ്ടമാണ്, ഉണ്ടാക്കിയാൽ കഴിക്കുകയെല്ലാം ചെയ്യും കേട്ടോ.
പിന്നെ എൻ്റെ മോനിക്കും ഇഷ്ടമാണ്. ഓനിക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിസ്സ എന്നും പറഞ്ഞിട്ട് കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് സോസേജ് എല്ലാം. അങ്ങനെ ഇപ്പം രാത്രി പിന്നെ നമ്മൾ ഉപ്മാവ് സിമ്പിളായിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയത്. പിന്നെ രാവിലത്തെ മുട്ട റോസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ച്. ഞാനങ്ങനെ കാര്യമായിട്ട് രാത്രി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയെല്ലാം തന്നെയുള്ളൂ. ഈ വീഡിയോ ആർക്കെങ്കിലും എല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഷെയർ ആക്കിയ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.